അയാളുടെ എല്ലാ നിഗൂഢ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരിടത്താണ് ഞങ്ങളുള്ളത്. എല്ലാത്തിനും തുടക്കമിട്ട തൊടുപുഴയ്ക്കടുത്തെ ജോർജ് കുട്ടിയുടെ ആ കൊച്ചു വീട്ടിൽ. സിനിമാ പ്രേമികൾക്ക് ഈ വീട് വെറുമൊരു കെട്ടിടമല്ല, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തിയ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഹൃദയഭാഗമാണ്. തൊടുപുഴ വഴിത്തരയിലെ മടത്തിപ്പറമ്പിൽ MK ജോസഫിന്റെ ഈ വീടാണ് ദൃശ്യത്തിന്റെ 3 ഭാഗങ്ങളിലും ജോർജ് കുട്ടിയുടെ വീടായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. ദൃശ്യം 3 റിലീസ് ചെയ്തതോടെ ഈ വീടും പറമ്പും വീണ്ടും ചർച്ചയാവുകയാണ്. ആരാധകരൊക്കെ ആദ്യത്തെ 2 താഴെ വന്ന് നിൽക്കും. പക്ഷേ ഗേറ്റിങ്ങിൽ കാവൽക്കാരുണ്ട്, ഗേറ്റ് പിടിയല്ല. ഇവർ തന്നെ 10-40 പേരുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞൊരു 5 മണിയോടുകൂടി പോകുമ്പോൾ കണ്ടമാനം ആൾ താഴെ റോട്ടിൽ നോക്കി നിൽക്കുമായിരുന്നു. അദ്ദേഹം എല്ലാവരെയും വിഷ് ചെയ്തൊക്കെ പോവുകയും ചെയ്യും. വരുൺ പ്രഭാകറിന്റെ കൊലപാതകവും അത് മറച്ചുവെക്കാൻ ജോർജ് കുട്ടി നടത്തുന്ന ആസൂത്രണങ്ങളുമൊക്കെയും നടന്നത് ഈ വീടിനുള്ളിൽ വെച്ചാണ്. ഷൂട്ടിംഗ് ദിനങ്ങളിലും അല്ലാത്തപ്പോഴും സിനിമാ പ്രേമികൾ വീട്ടിലേക്ക് എത്താറുണ്ടെന്നാണ് ജോസഫ് പറയുന്നത്. എല്ലാവരെയും സ്വീകരിക്കാൻ ഈ കർഷകൻ തയ്യാറാണ്. ഒത്തിരി ആൾക്കാർ വന്ന് പോകുന്നുണ്ട്, ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഷൂട്ട് നടന്ന പ്രധാനപ്പെട്ട സ്ഥലത്തെ സംഭവവികാസങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. വീട് മാത്രമല്ല, തൊടുപുഴയ്ക്ക് സമീപത്തെ ദൃശ്യം ചിത്രീകരിച്ച മറ്റിടങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. മലയാളികളെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ കഥാസന്ദർഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഈ വീട്ടിൽ വെച്ചാണ്. സിനിമാ പ്രേമികൾ അതിന്റെ കൗതുകത്തിൽ ഇങ്ങോട്ട് ഒഴുകിയെത്തുമ്പോൾ പതിയെ ഇതൊരു സിനിമ ടൂറിസ്റ്റ് സ്പോട്ടായി മാറുകയാണ്. ഷെറിൻ മോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.